ഇതാണ് നാവേക്കുളം പഞ്ചായത്ത്. ഞാൻ പൊക്കി പിടിച്ചിട്ടാ പോകുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്നീ അവർ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്ത് വെള്ളം അങ്ങ് നീക്കി കളയണം. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അങ്ങ് വെനീസിലോ കുട്ടനാടിലോ ഒന്നുമല്ല, സാക്ഷാൽ ദേശീയപാതയിൽ കല്ലമ്പലം നാവായിക്കുളം പള്ളിക്കലിലേക്ക് തിരിയുന്ന അണ്ടർ പാസേജിന് സമീപത്താണ്. ഇപ്പോൾ ഇവിടെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു നീന്തൽക്കുളം അധികൃതർ ജനങ്ങൾക്കായി സൗജന്യമായി തന്നെ തുറന്നു നൽകിയിരിക്കുകയാണ്. ഇരുചക്രവാഹനത്തിൽ വരുന്നവർക്ക് ഇവിടെ എത്തിയാൽ സൗജന്യമായി സ്കൂബ ഡൈവിംഗ് പരിശീലിക്കാം. സൈലൻസറിൽ വെള്ളം കയറി വണ്ടി നിന്നാൽ പിന്നെ തള്ളി നീക്കുന്നത് ഒരു വ്യായാമവുമാകും. പെട്രോളിന്റെ കാശും ലാഭം, ഒപ്പം ആരോഗ്യവും മെച്ചപ്പെടും. ഏറ്റവും രസകരമായ കാര്യം, ഈ ജലസംഭരണിയിൽ നിന്നും കഷ്ടിച്ച് 100 മീറ്റർ മാത്രമാണ് പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള ദൂരം എന്നതാണ്. ഈ വെള്ളക്കെട്ടിന്റെ വലിയ ദയനീയാവസ്ഥയാണ്. നടന്നു യാത്രക്കാർ എത്ര പേര് നടന്നു വന്നത്, സ്ത്രീകളും കുട്ടികളും പഠിക്കാൻ എല്ലാവരും അപ്പുറത്ത് ഇപ്പുറത്ത് വരെ ഇപ്പുറത്ത് അപ്പുറത്ത് പോകുന്നു. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഒന്നീ അവർ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്ത് വെള്ളം അങ്ങ് നീക്കി കളയണം. എന്തെങ്കിലും ഒന്നും ചെയ്യണം. ഇവിടെ എത്ര കട അടച്ചിരിക്കുന്നറിയോ? ഈ റോഡിന്റെ ഈ പണിയാണോ? എത്ര കട അടച്ചിരിക്കുന്നറിയോ? പക്ഷേ ഇലക്ഷൻ ആയിരുന്നെങ്കിൽ ഈ സ്ഥാനാർത്ഥികളൊക്കെ ബക്കറ്റ് കൊണ്ടുവന്ന് കോരിയെടുത്ത് കറക്റ്റ് അവർ ചെയ്യും. വോട്ട് പിടിക്കാൻ വേണ്ടി ചെയ്യും. വോട്ട് പിടിക്കാണ്ടി അവർ കൊണ്ടു ഇരുട്ടവർക്ക് അവരൊന്നും ചെയ്തു തരും. ഇപ്പൊ ആരുമില്ല. ജനപ്രതിനിധികൾ ദിവസവും ഈ വെള്ളത്തിലൂടെ നീന്തി തന്നെയാണ് ഓഫീസിലേക്ക് പോകുന്നതെങ്കിലും ഇതൊന്നും കാണാറേയില്ല. ഈ നാവായിക്കുളം പഞ്ചായത്ത് 100 മീറ്റർ ഉണ്ടോ? ഇവിടെ ഇതാണ് നാവായിക്കുളം പഞ്ചായത്ത്. 100 മീറ്റർ ഉണ്ടോ? എവിടെ 100 മീറ്റർ ഇല്ലല്ലേ? അവരെല്ലാം പഞ്ചായത്ത് വരുന്നവരാണ് ജനപ്രതിനിധി വരുന്നത്. ഇവിടുന്ന് അപ്പുറം പോകുന്ന ആൾക്കാർ വേണം. അവര് ഞാൻ പൊക്കി പിടിച്ചാ പോകുന്നത്. അവരെല്ലാ കാര്യങ്ങളും കഴിഞ്ഞില്ലേ? ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞില്ലേ? ഒരു ദയനീയാവസ്ഥ. എത്ര കട അടച്ചിരുന്നോ? എന്റെ കട നോക്കിയതാ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുകയാണ്. പൈപ്പ് വഴി വെള്ളം ഒഴിച്ചോണ്ടിരിക്കാൻ റോഡില്. പക്ഷേ ജനപ്രതിനിധികൾ ഇവിടെ ഇല്ലെന്ന് ആരും പരാതി പറയരുത്. ഈ ദുരിതക്കെട്ടിന് തൊട്ടടുത്ത ഭിത്തിയിൽ തന്നെ ജനങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജനപ്രതിനിധികളുടെ വലിയ പോസ്റ്ററുകളും കാണാൻ സാധിക്കും. ആ ചിരിയാണോ ഈ ദുരിതമാണോ വലുതെന്ന് യാത്രക്കാർ തന്നെ തീരുമാനിക്കട്ടെ. വിസ്മയ ന്യൂസ്, കല്ലമ്പലം.